പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തെ പറയുകയാണെങ്കിൽ കോൺഗ്രസ് ആണെങ്കിലും ബി.ജെ.പിക്ക് ആണെങ്കിലും എൽ.ഡി.എഫിനാണെങ്കിലും ഒരു ശക്തമായ ഒരു വിജയം ഉറപ്പിക്കുക എന്ന് തന്നെയാണ് അവരുടെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ അതിൽ എൽ.ഡി.എഫ് പ്രചരണ രംഗം തുടങ്ങിയിരിക്കുകയാണ്. ആദ്യഘട്ട പ്രചരണം പൂർത്തിയാക്കി കഴിഞ്ഞു. വീണ ജോർജ്. തീർച്ചയായും കഴിഞ്ഞ 10 വർഷക്കാലമുണ്ടായ വികസന മുരടിപ്പിന് ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിലൂടെ അന്ത്യം കുറിക്കുമെന്നാണ് വീണ ജോർജിന്റെ ഭാഷ്യം. ജനാധിപത്യ മുന്നണിക്ക് ആവേശകരമായ സ്വീകരണമാണ് പ്രചാരണ പരിപാടികളിൽ ലഭിക്കുന്നതെന്ന് എൽ.ഡി.എഫ് സ്ഥാനാർത്ഥി വീണ ജോർജ്. യു.ഡി.എഫിൽ നിൽക്കുന്നവർ പോലും എൽ.ഡി.എഫിന് വോട്ട് ചെയ്യുമെന്നും ബി.ജെ.പിയുടെയും കോൺഗ്രസിന്റെയും തെറ്റായ കർഷക നയങ്ങൾക്കുള്ള പ്രതികരണം കൂടിയായിരിക്കും ഈ തെരഞ്ഞെടുപ്പെന്നും വീണ ജോർജ് പറഞ്ഞു. ഈ പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിൽ ഉണ്ടായ വികസന മുരടിപ്പിന് ഒരു അന്ത്യം കുറിക്കും. അത് ഈ തെരഞ്ഞെടുപ്പിലൂടെ ആയിരിക്കും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വലിയ ഭൂരിപക്ഷം ഈ തെരഞ്ഞെടുപ്പിൽ നേടും. മണ്ഡലം തിരിച്ചുപിടിക്കാൻ കർശന നിർദ്ദേശമാണ് പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രവർത്തകർക്ക് നൽകിയിരിക്കുന്നത്. പ്രചാരണത്തിൽ ആരും വീഴ്ച വരുത്തരുതെന്നും മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൺവെൻഷനുകൾ അവസാനിക്കുന്നതോടുകൂടി വീണ ജോർജിന്റെ വാഹന പ്രചാരണ ജാഥകൾക്കും തുടക്കമാവും. അനന്തൂർ രാമചന്ദ്രൻ, മീഡിയ 1, പത്തനംതിട്ട.